സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ സ്റ്റിറോയിഡ്സിനെ പറ്റി സംസാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് സ്റ്റിറോയിഡ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തില്ല, അതിൻ്റെ ദോഷവശങ്ങളും നല്ല വശങ്ങളും. അവർ പറയുന്നത് അത് പല കാറ്റഗറി ഉണ്ട്, പുറത്തൊക്കെ ഉള്ള ആൾക്കാർ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അവർക്കൊന്നും കുഴപ്പമില്ല എന്നാണ് കൂടുതലും കമൻറ്റ് വരുന്നത്. സാർ, അതിനുള്ള ഒരു അഭിപ്രായം എന്തായിരിക്കും പറയാനുള്ളത് അവർക്ക്? അതെ, അപ്പോൾ വളരെ ശരിയാണ്. നമ്മൾ സ്റ്റിറോയിഡ്സിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. സ്റ്റിറോയിഡ് ആസ് സച്ച് അത് തന്നെ ഒരു വലിയ കുറേ കാര്യങ്ങൾ പറയാൻ സ്റ്റിറോയിഡ്സിനെ കുറിച്ചുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. പക്ഷേ സ്റ്റീവിൻ്റെ ആ ഒരു നമ്മുടെ ഒരു പേഴ്സൺ ചോദിച്ചുകൊണ്ട് ഞാനൊന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും പുള്ളി പറഞ്ഞത് ശരിയാണ്. പുറത്തൊക്കെ സ്റ്റിറോയിഡ് വളരെ സുലഭമായിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. എന്തിനാ സ്റ്റിറോയിഡ് പൊതുവെ പുറമേ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, പൊതുവെ പുരുഷന്മാരിൽ, ഞാൻ പുരുഷന്മാരുടെ കാര്യം വെച്ച് കുറേ പറയാനുണ്ട്. പുരുഷന്മാരിൽ ഒരു 35-40 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ബോഡി ബിൽഡിങ്ങിനും അല്ലെങ്കിൽ മസിൽ ഡെവലപ്മെൻറ്റിനും അതേപോലെ തന്നെ പുരുഷന്മാരിൽ ലൈംഗികതയ്ക്കും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത്. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് നമ്മൾ പ്രായം ചെല്ലുന്നതിന് കുറഞ്ഞുകൂടിയിരിക്കും. പ്രായം മാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഒബീസിറ്റി, മറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ടും ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. പുറം രാജ്യങ്ങളിൽ വളരെ കോമൺ ആണ് ഈ കുറഞ്ഞ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ് ചെയ്യുന്ന തെറാപ്പി, TRT എന്ന് പറയും, ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അത് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ. ഇവിടെ നമ്മുടെ നാട്ടിൽ അത്രയും സുലഭമായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ സ്റ്റീവിൻ്റെ പേഴ്സൺ ചോദിച്ചത് വളരെ വളരെ കറക്റ്റാണ്. നമുക്കിപ്പോഴും അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും നമ്മുടെ മെഡിക്കൽ സയൻസ് വളരുന്നതനുസരിച്ച് അതൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലോട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറഞ്ഞ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ് ചെയ്യാതെ തന്നെ വേണ്ടി വരും. ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ് ചെയ്യാതെ തന്നെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുന്ന വഴിയും നമുക്ക് ഡയറ്റ് വഴിയൊക്കെ ടെസ്റ്റോസ്റ്ററോൺ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഇപ്പം സ്കൂളൊക്കെ അടച്ചൊരു സമയമാണല്ലോ. അതുകൂടാതെ തന്നെ ഇപ്പം നമുക്ക് സാധാരണക്കാർ, ഇപ്പം കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, ചിലവർക്ക് പ്രോട്ടീൻ പൗഡർ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ സാമ്പത്തികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് കാണും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ ഫുഡ് കഴിച്ച് അവർക്ക് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ശരീരത്തിൽ? അതെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് അവരുടെ ലക്ഷ്യം? ഞാൻ പറഞ്ഞ ഇപ്പോൾ ബോഡി ബിൽഡർ അവർ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് സാധാരണ ഒരു ഭക്ഷണം മാത്രം മതിയാവില്ല. അയാൾക്ക് തീർച്ചയായിട്ടും പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ വേണ്ടി വരും. പക്ഷേ സ്റ്റീവിൻ്റെ ചോദ്യം അനുസരിച്ച് ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്ന കുട്ടികളെല്ലാവരും ആക്റ്റീവായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് പ്രോട്ടീൻ? ഞാൻ ഒരിക്കലും അവരോട് പറയില്ല പുറത്ത് പോയി ഒരു പ്രോട്ടീൻ പൗഡർ വാങ്ങി സപ്ലിമെൻറ്റ് ചെയ്യണം, ഞാൻ ഒരിക്കലും പറയില്ല. ഏറ്റവും നല്ല പ്രോട്ടീൻ നമ്മുടെ വീട്ടിൽ നിന്നുള്ള നാച്ചുറൽ പ്രോട്ടീൻ തന്നെയാണ്. ആ നാച്ചുറൽ പ്രോട്ടീൻ എന്ന് പറയുന്നതിൽ നമുക്ക് ഏറ്റവും ചീപ്പായിട്ടും ഒരു വീട്ടിൽ ഒരു അല്പം സ്ഥലമോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കൂടുണ്ടെങ്കിൽ കോഴികളെ കുറച്ച് വളർത്തി കഴിഞ്ഞാൽ കിട്ടാവുന്ന ഏറ്റവും ചീപ്പായ പ്രോട്ടീനും കോഴിമുട്ട തന്നെയാണ്. ദ ബെസ്റ്റ് പ്രോട്ടീനും കോഴിമുട്ട തന്നെയാണ്. കോഴിമുട്ട ഒരു സൂപ്പർ ഫുഡാണ്. കൂടുതൽ ആൾക്കാർ പറയുന്നുണ്ട് എഗ് വൈറ്റ് കഴിക്കാൻ പാടുള്ളൂ. അത് ഇപ്പോൾ ഏറ്റവും പുതിയ സയന്റിഫിക് ഡേറ്റ അനുസരിച്ച് എഗ് യോക്ക് ബാഡ് അല്ല. അതായത് കൊളസ്ട്രോൾ ഫുൾ എഗ് കഴിക്കണം. നമ്മൾ വളരെ കുട്ടികൾ ഇപ്പോൾ എല്ലാ കുട്ടികളും പൊതുവെ അങ്ങനെ ഒരുപാട് ഇപ്പോൾ ബോഡി ബിൽഡേഴ്സാണ് പൊതുവെ ഒരു 15-20 മുട്ട 25 മുട്ടയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരു മൊത്തം മുട്ട, അതായത് കോഴിമുട്ട യോക്ക് അടക്കം മഞ്ഞ അടക്കം അതിൻ്റെ കരു അടക്കം കഴിച്ചാൽ 6 ഗ്രാം പ്രോട്ടീനെ ഒരു കോഴിമുട്ടയിൽ നിന്ന് കിട്ടാനുള്ളൂ. അതിൻ്റെ കരു ഒഴിവാക്കി കഴിഞ്ഞാൽ, അതായത് യോക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ വെറും 2-2.5 ഗ്രാം പ്രോട്ടീനെ ഒരു കോഴിമുട്ടയിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് മുട്ട കഴിക്കുന്ന ആളുകൾ, അതായത് ഒരു 5 മുട്ടയുടെ താഴെ കഴിക്കുന്ന ആൾക്കാർ ഒരിക്കലും അതിൻ്റെ കരു ഒഴിവാക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പോൾ ഇത് മുഴുവൻ പ്രോട്ടീനാണ്. അപ്പോൾ ആ പ്രോട്ടീൻ കിട്ടാവുന്ന, അതാ പറഞ്ഞ 6 ഗ്രാം പ്രോട്ടീനാണ് ഒരു കോഴിമുട്ട കിട്ടുന്നത്. 60 കിലോ ഉള്ള 10 മുട്ട കഴിച്ചാലേ അയാൾക്ക് വേണ്ട പ്രോട്ടീൻ കിട്ടുകയുള്ളൂ. പിന്നെ പ്രശ്നം നമ്മൾ മുട്ട മാത്രമല്ല കഴിക്കുന്നത്, നമ്മൾക്ക് ഇറച്ചിയും മീനും ബാക്കി കാര്യങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അത്രയും മുട്ട കഴിക്കേണ്ടതെന്ന് പറയാം. കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും ചീപ്പായ പ്രോട്ടീൻ കോഴിമുട്ടയാണ്. ഏറ്റവും നല്ല പ്രോട്ടീൻ കിട്ടുന്ന മത്സ്യം എന്ന് പറയുന്നത് നമ്മുടെ മത്തി, അയില, ഇതൊക്കെ തന്നെയാണ്. നമ്മൾ സൂപ്പർ ഫുഡ്സിലേക്ക് പോകാതെ സാധാരണ ഭക്ഷണങ്ങൾ തന്നെ ഇഷ്ടംപോലെ. ഇപ്പോൾ 1 കിലോ മത്തി വളരെ ചീപ്പായി, നല്ല ചീപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഐക്കോറിയോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നെയ്മീനോ കാളും ചീപ്പായിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു മത്തിയിൽ നല്ല പ്രോട്ടീനുണ്ട്. അപ്പം മത്തി കഴിച്ചാൽ മതി, അയല കഴിച്ചാൽ മതി. അപ്പോൾ അതിന് വലിയ സൂപ്പർ ഫുഡ്സിന്റെ ആവശ്യങ്ങളില്ല. ഇപ്പം ഉദാഹരണത്തിന് പറയാവുന്ന വീട്ടിൽ തന്നെ അമ്മ ഇപ്പം അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്. അപ്പം അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായതുകൊണ്ട് അമ്മ ഇപ്പോൾ കൂടുതലും ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പം ഞാനും പറയുന്നുണ്ട് അമ്മ ചോറും ചപ്പാത്തിയായിട്ട് വ്യത്യാസങ്ങളില്ല, അതെ, വലിയ വ്യത്യാസം വരുന്നില്ല എന്ന് എനിക്കൊരു തോന്നൽ. സ്റ്റീവിന്റെ നിലപാട് വളരെ കറക്റ്റാണ്. നമ്മളിപ്പോൾ ഒരല്പം ചോറ് കഴിക്കുന്നു, അതായത് ഒരു 200 ഗ്രാം
അല്ലെങ്കിൽ ഒരു അര പ്ലേറ്റ് ചോറ് കഴിക്കുന്നതും 2 ചപ്പാത്തി കഴിക്കുന്ന തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ആളെ പെട്ടെന്ന് നിർബന്ധിച്ച് നിങ്ങൾക്ക് ഷുഗറാണ് അതുകൊണ്ട് ചപ്പാത്തി കഴിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതിൽ ചോറ് തന്നെ കഴിച്ചോട്ടെ, ഷുഗറുള്ള ആളാണെങ്കിൽ ചോറ് തന്നെ കഴിച്ചോട്ടെ, അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ കഴിക്കുന്നത്, ഇപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ ചോറ് കഴിക്കേണ്ട. ആദ്യം നമുക്ക് കുറച്ച് പ്രോട്ടീൻ കഴിക്കാം, കുറച്ച് പച്ചക്കറികൾ കഴിക്കാം, ഫൈബേഴ്സ് കഴിക്കാം, അതിനുശേഷം ചോറ് കഴിച്ചാൽ മതി. പ്രശ്നം ഷുഗറുള്ള ആളുകൾക്ക് വിശപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ബാക്കി ഫൈബേഴ്സും ഇലവർഗ്ഗങ്ങൾ, ചീര, മുരിങ്ങയില ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് വയറ് നിറയ്ക്കുക, എന്നിട്ട് അവസാനം ചോറ് കഴിക്കാം. അങ്ങനെ അല്ലാതെ ചപ്പാത്തി കഴിച്ചുകൊണ്ട് വ്യത്യാസങ്ങളൊന്നും വലുതായി വരാനില്ല. ഈ ബട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പങ്ങൾ അല്ല, നല്ലതാണോ ബോഡിക്ക്? നമുക്ക് ഗുഡ് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ, ഗുഡ് ഫാറ്റ്സ്. അപ്പോൾ ഫാറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരീരത്തിൽ. ഞാൻ പറഞ്ഞ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, ഫൈബേഴ്സ്, അങ്ങനെ 4 കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഫാറ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഫാറ്റിൽ തന്നെ ഗുഡ് ഫാറ്റ് എന്ന് പറയുന്ന സാധനങ്ങളാണ് സ്റ്റീവിൽ വെച്ച ബട്ടർ, നമ്മുടെ സാധാരണ വീട്ടിലുള്ള വെണ്ണ, ഗീ, നെയ്യ്, നല്ല നെയ്യ് ഏറ്റവും നല്ലതാണ്. വെണ്ണ, നെയ്യ്, വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, ഇതെല്ലാം നല്ല കൊളസ്ട്രോൾ തരുന്ന ഭക്ഷണങ്ങളാണ്. വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. വെളിച്ചെണ്ണയും ഒലിവ് ഓയിലും ഓൾമോസ്റ്റ് സെയിം നല്ലൊരു. അപ്പോൾ അതായത് ഇപ്പോൾ സൂപ്പർ ഫുഡ്സിൽ ഒലിവ് ഓയിൽ എന്ന് പറയുമ്പോഴേക്കും അപ്പോഴേക്കും കോസ്റ്റ്ലിയാണ് പ്രശ്നമെന്ന് പറയുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് വെളിച്ചെണ്ണ, നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അത്ര നല്ലതല്ല. ബാക്കി എല്ലാ സാധനങ്ങളിലും വെളിച്ചെണ്ണ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ സ്റ്റീഫിൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിലോ നമുക്ക് സദ്യകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യമേ ചോറിനകത്തൊരു അല്പം നെയ്യ് ഒഴിക്കാതെ, അത് വളരെ നല്ലതാണ്. പരിപ്പും നെയ്യും ഫാറ്റിൻ്റെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കും. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ അറിയാതെ ചെയ്ത കാര്യമായാലും ഭക്ഷണം കഴിക്കുമ്പോൾ, ചോറ് കഴിക്കുമ്പോൾ എസ്പെഷ്യലി അതിനകത്തോട്ട് അല്പം നെയ്യിട്ട് കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അതെ, ബേക്കറി, ജങ്ക് ഫുഡ്സ് നമ്മൾ ഈ വർക്കൗട്ടിൻ്റെ ഇടയിൽ ഇപ്പോൾ പ്രോപ്പറായിട്ട്, ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ പ്രോപ്പറായിട്ടായിരുന്നു കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് ഞാൻ ഫുഡൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ ഇറങ്ങിയത്. ഇപ്പോഴാണ് ഞാൻ ബേക്കറിയും ഒക്കെ ഒന്ന് കുറേശ്ശെ കഴിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത് എന്തായിരിക്കും? ബേക്കറി മീൻസ് ഇപ്പോൾ ഷവർമ ആയിക്കോട്ടെ, അങ്ങനത്തെ അൽഫാം, അങ്ങനത്തെ ഫുഡിൻ്റെ കാര്യം ഉദ്ദേശിച്ചത്. ഈ ബേക്കറി ഈ പറഞ്ഞ പോലെ 2 തരം. ഇപ്പോൾ ഷവർമ, അൽഫാം എന്നൊക്കെ പറയുന്നതിൽ ഒരു വലിയൊരു ബാഡ് തിങ്സ് അതിനകത്ത് ഇല്ല. ഷവർമയിലാകുള്ള കുബൂസ് എന്ന് പറയുന്ന ആ ഒരു അരിയുടെ മയോണൈസ് കാര്യങ്ങൾ, അതും മയോണൈസും നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കൂടുതൽ ഇറച്ചിയാണ് അതിനകത്തുള്ളത്, അത് നല്ല പ്രോട്ടീൻ തരുന്നതാണ്. അപ്പോൾ ഒരു ഷവർമ ഒരു നല്ല ഫുഡാണ് ശരിക്ക്. അധികം പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ കുബൂസ് ഉണ്ടാക്കി വെച്ചാൽ അതിനകത്ത് ഒരുപാട് ഇറച്ചി, അതായത് നമുക്കിപ്പോൾ പ്യുവർ മീറ്റ്, ഫുൾ മീറ്റ് ഷവർമയൊക്കെ വളരെ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനകത്ത് മയോണൈസ് കുറയ്ക്കുക, പിന്നെ അതിനകത്ത് കൂട്ടി കഴിക്കുന്ന സോസുകളുടെ അളവൊക്കെ കുറയ്ക്കുക. നമ്മുടെ ടൊമാറ്റോ, കെച്ചപ്പ് കാര്യങ്ങളൊക്കെ കൂട്ടി കഴിക്കാതിരിക്കുക. അൽഫാമിനകത്തും വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, വളരെ മൈൽഡായിട്ടുള്ള കാര്യം. പക്ഷേ ബോഡി ബിൽഡിങ്ങിലേക്ക് കയറുമ്പോഴേക്കും അവരതൊക്കെ ശ്രദ്ധിക്കും. കാരണം ഒരു ബോഡി ബിൽഡർ അല്ലെങ്കിൽ ഒരു ബോഡി ഷോയ്ക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയുടെ ഫാറ്റ് പെർസെൻറ്റേജ് 10%, 10% താഴെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ പോലെ വെയിൻ പുറത്ത് വരും, മസിൽ പുറത്ത് വരും. സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു 15 തൊട്ട് ഒരു 18% വരെ ബോഡി ഫാറ്റ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് 6 പാക്സ് ഒക്കെ കാണില്ലെങ്കിൽ ഏകദേശം ഒരു 10 to അല്ലെങ്കിൽ 5 to 10% അകത്ത് കൊണ്ടുവരണം. അങ്ങനെയുള്ള ആളുകൾ ഫാറ്റ് കട്ടിങ് ഇതൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. സാധാരണക്കാരെ സംബന്ധിച്ച് അതൊന്നും ബുദ്ധിമുട്ടല്ല. ഫാറ്റ് അങ്ങനത്തെ ഒരു വളരെ സ്കിന്നിലോട്ട് വരേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ജങ്ക് ഫുഡ് ചോദിച്ചാൽ തന്നെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ പപ്സ്, സമൂസ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാ മധുര പലഹാരങ്ങളും, കേക്ക്സ്, ഐസ്ക്രീംസ്, അതൊക്കെ കഴിയുന്നു നമ്മൾ അവോയ്ഡ് ചെയ്യണം എപ്പോഴും നല്ലത്. വർക്കൗട്ടിൻ്റെ ഇടയിൽ ആ പീരീഡ് ടൈമിലും അല്ലാത്ത സമയത്തും, പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകൾക്കായാലും ഇപ്പോൾ കോക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പല സ്ത്രീകൾക്കും PCOD പോലുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ വീട്ടമ്മമാർ പ്രത്യേകിച്ച് ഒരു വൈകിട്ട് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ചായയുടെ കൂടെയുള്ളൊരു കടി. ആ കടി വളരെ ശ്രദ്ധിച്ച് കഴിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒന്ന് കഴിച്ചാൽ നമ്മൾ 2 or 3 കഴിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും പ്രശ്നം വരുന്ന ചായയുടെ കൂടെയുള്ള കടിയാണ്. അതുപോലെ തന്നെ മിഡ് ഡേ മീൽസ് ആയിട്ട് നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചു പോകും, ഒരു 10-11 മണിമ്പോൾ ഒരു ചായ കുടിക്കും, അതിൻ്റെ കൂടെ ഒരു സമൂസ, പഴംപൊരിയോ കഴിക്കും. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ സ്റ്റീവും ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ വണ്ണമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റീവിനോട് ചോദിച്ചോട്ടെ, സ്റ്റീവ് എങ്ങനെയാണ് കുറച്ച് കൊണ്ടുവന്നത്? സ്റ്റീവിന്റെ ഇൻഫ്ലുവൻസസും സ്റ്റീവിന്റെ ആൾക്കാർക്കായിരിക്കും കൂടുതൽ അറിയാൻ. എനിക്കും മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൊടുക്കുന്നതിനും ഒരു പരിധി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഞാൻ ടോട്ടൽ 76 kg ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ജിമ്മിൽ പോയി ജോയിൻ ചെയ്തില്ല. ഞാൻ ആദ്യത്തെ ഒരു മന്തോളം ഞാൻ പത്തനംതിട്ട നമ്മുടെ സ്റ്റേഡിയത്തിൽ
ഫുള്ളൊന്ന് ബോഡി ഒന്ന് വാമാക്കി. ആദ്യമേ ഞാൻ 2 ദിവസം നടന്നു, പിന്നെ ആ നടത്തത്തിൻ്റെ കൂടെ ഞാൻ ഓടി, അങ്ങനെ മിക്സാക്കി ഞാൻ സ്റ്റേഡിയത്തിൽ ഫുള്ളൊന്ന് ബോഡി ഫുള്ള് വാമാക്കിയിട്ടാണ് ഞാൻ ജിമ്മിലോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു. ജിമ്മിൽ ഒരു 2-3 മന്ത് ഞാൻ ഒന്ന് വർക്കൗട്ട് ചെയ്തപ്പോഴത്തേനെ എനിക്ക് മാറ്റം വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ എടുത്ത ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി റൈസ് ഞാൻ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ കഴിക്കുന്ന വെച്ചാൽ 2 ചപ്പാത്തി, അതിൻ്റെ കൂടെ ചിലപ്പോൾ സാമ്പാറാണെങ്കിൽ സാമ്പാറിൻ്റെ ഗ്രേവി മാറ്റിയിട്ട് കഷ്ണങ്ങൾ മാത്രം, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ എഗ്ഗ് വൈറ്റ്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് നമുക്ക് മുട്ടയുടെ മഞ്ഞയും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എഗ്ഗ് വൈറ്റ് ആയിട്ട് മാത്രമായിരുന്നു കഴിക്കുന്നത്. അതുകൂടാതെ ഓട്സ്, മധുരക്കിഴങ്ങ്, പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനത്തെ ആഹാരങ്ങളാണ് ഞാൻ കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ. എനിക്ക് തോന്നുന്നു സ്റ്റീവ് നല്ലൊരു രീതിയാണ് ഫോളോ ചെയ്തത്. ഈ പറഞ്ഞ പോലെ പ്രശ്നം എന്നോട് റൈസ് ചോദിച്ച പോലെ തന്നെ സ്റ്റീവിൻ്റെ ബോഡിയിൽ ഒരു 2 കപ്പ് റൈസ് കഴിച്ചാൽ ഉണ്ടാകുന്ന മാറ്റം ആയിരിക്കില്ല ഒരു ഒബീസായ ഒരാൾക്ക് വീണ്ടും റൈസ് കഴിച്ചാൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ബോഡിയും ഒരേപോലത്തെ. ഇപ്പോൾ ഓട്സിന് ചിലരുടെ ബോഡി വളരെ നല്ലപോലെ റിയാക്ട് ചെയ്യും. ഓട്സ് വളരെ നല്ല ഇത് വലിയ തടി ഉണ്ടാക്കാതെ ഇൻസുലിൻ അധികം റിലീസ് ചെയ്യാതെ ഇരിക്കും. ചിലരുടെ ബോഡി ഓട്സ് കഴിച്ചാൽ വലിയ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരാനില്ല. അപ്പോൾ ഒരു ഡയറ്റിന് വേണ്ടി മാത്രം ഓട്സ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ പറയാൻ പറ്റില്ല. അപ്പോൾ സ്റ്റീവിനെ അഡാപ്റ്റ് ചെയ്ത കറക്റ്റ് സ്റ്റീവിന് കിട്ടിയ ഗുണം എന്ന് പറയുന്നത് ഒന്ന് സ്റ്റീവിൻ്റെ ജനറ്റിക്കലി സ്റ്റീവിൻ്റെ ബോഡി നല്ലൊരു സ്ട്രക്ചറാണ്, നല്ല മസ്കുലർ ബോഡിയാണ്. അപ്പോൾ സ്റ്റീവിന് കുറച്ചുകൂടി എളുപ്പമാണ് ആ ബോഡി ചേഞ്ച് ചെയ്തെടുക്കുന്നത്. കാരണം എനിക്കൊന്നൊരു 1 ഇയറിൻ്റെ അകത്താണ് സ്റ്റീവിൻ്റെ ട്രാൻസ്ഫോർമേഷൻ. കാരണം അത് ഭയങ്കര അത്ഭുതമാണ്. ഒരു 1 ഇയർ മാത്രം ചെയ്ത ഒരാൾക്ക് ഇത്രയും നല്ലൊരു ബോഡി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്റ്റീവ് സ്റ്റിറോയിഡ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, യാതൊരു വിധത്തിലുള്ള സ്റ്റിറോയിഡോ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്, വേ പ്രോട്ടീൻ. അതെ. അപ്പോൾ അത് മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സലൻ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാവർക്കും എല്ലാ ഫ്രൂട്ട്സും പറ്റണമെന്നില്ല. ചില ഫ്രൂട്ട്സിന് നമ്മൾ പറയും ഗ്ലൈസിമിക് ഇൻഡെക്സ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഒരു മാങ്ങ ഭയങ്കര ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള കാര്യമാണ്. അപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ നമ്മുടെ പേരയ്ക്ക വളരെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ്, കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഫ്രൂട്ട്സ് കഴിച്ചാലും ഫ്രൂട്ട് ജ്യൂസസ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ജ്യൂസ് ഉണ്ടാക്കാൻ ഒരുപാട് ഫ്രൂട്ട്സ് വേണം. അപ്പോൾ ഓൾറെഡി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ അസുഖമുള്ള ആളുകൾക്ക് ജ്യൂസ് കഴിക്കുമ്പോൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് അബ്സോർബ് ആവും. ഒരു ഫ്രൂട്ട് നേരെ ചവച്ച് കഴിക്കുന്നതായിരിക്കും ഒരു ജ്യൂസ് കഴിക്കുന്നതിനേക്കാളും നല്ലത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്റ്റീവന് വളരെ ഒരു ഗിഫ്റ്റഡ് ബോഡിയാണ്. അത് അങ്ങനെ തന്നെ തുറന്നു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി കൂടുതൽ മസിൽ മാസ് ഉണ്ടാക്കാനും ഗെയിൻ ചെയ്യാനൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു ഇതാണ്. കൂടുതൽ ഡൗട്ട്സ് ഉള്ളത് നമുക്ക് വീണ്ടും അടുത്ത ഇതിലേക്ക് നമുക്കത് വേണമെങ്കിൽ. പക്ഷേ ഇതൊക്കെ ഒരു വലിയ ടോപ്പിക്കാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചാൽ കുഴപ്പമുണ്ടോ? അപ്പം അതിൻ്റെ ഉള്ള ഒരു അഭിപ്രായങ്ങൾ സാറൊന്ന് പറഞ്ഞു തരാം. ഡ്രൈ ഫ്രൂട്ട്സിനെ പറ്റിയും ഇതൊക്കെ ഒരുപാട് ഇനിയും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയാവുന്ന ലിമിറ്റേഷൻ. ഡ്രൈ ഫ്രൂട്ട്സ് തീർച്ചയായിട്ടും നല്ലതാണ്. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഒരുപോലെ ഒരേ കാറ്റഗറി വരുന്നതല്ല. എങ്കിൽ കൂടി നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന കാഷ്യൂ നട്ട്സ്, ആൽമണ്ട്സ്, വാൾനട്ട്സ് ഇതൊക്കെ വളരെ നല്ല പ്രോട്ടീൻ്റെ സോഴ്സുമാണ്, ഗുഡ് ഫാറ്റ്സുമാണ്. അതിൻ്റെ കൂടെ ഫൈബേഴ്സും ഉണ്ട്. അപ്പോൾ എപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് വളരെ നല്ലതാണ്. പക്ഷേ ഇതിലൊക്കെ പ്രശ്നം ഇതൊക്കെ കോസ്റ്റ്ലി സാധനങ്ങളാണ്. എന്നാൽ നമ്മുടെ കപ്പലണ്ടി, നമ്മുടെ സാധാരണ പീനട്ട്, അതും നല്ലതാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മൾ സൂപ്പർ ഫുഡ്സിലേക്ക് പോകുന്നതും സാധാരണ ഭക്ഷണത്തിൽ എങ്ങനെ വേണമെന്ന്. ഇപ്പോൾ സാധാരണക്കാരന് കാഷ്യൂ കഴിക്കാൻ പറ്റാത്ത ആൾക്ക് കപ്പലണ്ടി നല്ലതാണ്. പക്ഷെ അതിൽ കുറച്ച് കൂടുതലായിട്ട് കൊളസ്ട്രോൾ കോണ്ടന്റ് കുറച്ച് കൂടുതലായിരിക്കും, എന്നാൽ പ്രോട്ടീനുണ്ട്. അപ്പോൾ കുട്ടികൾക്കും സ്റ്റീവിൻ്റെ ഏജിലുള്ളവർക്കും എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്കും ഇതെല്ലാം കഴിക്കാം. നേരെ മറിച്ച് ഒരു ഏജ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ, അസുഖങ്ങളുള്ള ആളുകൾ, കിഡ്നി പ്രശ്നങ്ങളുള്ള ആളുകൾ, ഇവരൊക്കെ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട്. എനിക്കൊന്ന് സ്റ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലെ മെജോറിറ്റി ആൾക്കാരും സ്റ്റീവിൻ്റെ ഏജ് ഗ്രൂപ്പും അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ സ്റ്റീവ് ചെയ്യുന്ന എനിക്ക് തോന്നുന്ന കറക്റ്റ് രീതിയിലാണ് പോകുന്നത്. അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു ഹെൽത്തിനെ പറ്റി പറയുന്നതും നിങ്ങൾ തന്നെ ഒരു മോഡലായി മാറി, സ്റ്റീവ് തന്നെ ഒരു മോഡലായി അവർക്ക് കാണിക്കുകയാണല്ലോ. ഇത്രയും തടി വെച്ച ഒരാൾ ഇങ്ങനെയായി മാറ്റാം. പിന്നെ സ്റ്റീവിൻ്റെ റൊട്ടീനും എനിക്കറിയാം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എനിക്കും തോന്നുന്നത് സ്റ്റീവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. എല്ലാ ദിവസവും മുടങ്ങാതെയുള്ള എക്സസൈസ്, എല്ലാ ദിവസവും മുടങ്ങാതെയുള്ള ഡയറ്റ്, എല്ലാ ദിവസവും മുടങ്ങാതെയുള്ള വീഡിയോസ്. അപ്പോൾ ഇതൊക്കെയാണ് മറ്റ് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഇതൊക്കെ ഫോളോ ചെയ്യണം തന്നെയാണ് എൻ്റെയും അഡ്വൈസ്. താങ്ക് യു സാർ. സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. എനിക്ക് ഇനിയും മെസ്സേജുകളുണ്ട്. അപ്പം അതിനൊരു എക്സ്പ്ലെയിൻ ആയിട്ട് നമുക്ക് വീണ്ടും വരാനുള്ള ചെയ്യാം. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു.